തോഷ് വില്ലേജിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ ശരിക്കും പിങ്ക് വാർഡ് കഫേയിലേക്ക് കയറി ചെന്നത്. സോ ഇന്ന് കസോളിലെ ഡേ 11 ആണ്. നമ്മളെ വർക്കൗട്ട് ആണെങ്കിൽ സെക്കൻഡ് വീക്കിൽ 3rd വർക്കൗട്ട് മറ്റേ പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ ശേഷം. അപ്പം ഇന്നും നമ്മൾ കസോളിൽ തന്നെയാണ്. നമ്മളെ ഫാബിലും സാൻഡിയും ഇന്ന് പോവും. തിരിച്ചല്ല, മറ്റേ ജമ്മുവിലേക്ക് പോകാൻ അവർക്ക് ലേ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള പ്ലാനാണ്. അതിനെക്കൊണ്ട് തന്നെയാണ് വീണ്ടും കസോളിൽ നിൽക്കുന്നത്. കാരണം സ്ലോ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സിസ്റ്റമാറ്റിക് ആവും. കാരണം ലോങ് ടേം ട്രാവലും നോർമൽ ട്രാവലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് പെട്ടെന്ന് ജഗ പോകാമെന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലേസിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. സ്വിച്ച് ചെയ്താൽ നമ്മളെ ടോട്ടൽ റിതം തെറ്റും. അപ്പോൾ നമ്മൾ കസോളിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആസ് ഓഫ് നൗ അറ്റ്ലീസ്റ്റ് ഫോർ അനദർ വീക്ക്. എന്നിട്ട് തോഷും മനാലിയും കണ്ടതിന് ശേഷം മനാലിയിലേക്ക് തിരിക്കും. അവിടെയും 1 week or 2 weeks എന്തായാലും സ്റ്റേ ചെയ്യും. കാരണം ഇതേപോലെ തന്നെ ഒരു 2 week വേണം എവിടെയാണെന്നുണ്ടെങ്കിലും. കാരണം വീക്കെൻഡ്സിലാണ് നമുക്ക് ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നല്ലൊരു പ്ലേസിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സും മെയിൻറ്റെയിൻ ചെയ്യുക. സോ നമ്മളിന്ന് അപ്പർ ബോഡിയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ബാർബൽ ഓവർ ഹെഡ് പ്രസ്, പിന്നെ വൈഡ് ഗ്രിപ്പ് പുള്ളപ്പ്, ബാർബൽ ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ്, കേബിൾ ഫ്ലൈസ്, പിന്നെ ബെൻഡ് ഓവർ റോ വരുന്നുണ്ട്, മെഷീൻ ചെസ്റ്റ് പ്രസ് വരുന്നുണ്ട്, സുപ്പിനേറ്റഡ് ജംബിൾ കേൾ, അപ്പർ ബോഡി വീക്ക് 0.1. സോ ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഓണർ ആളുടെ പേര് ജെഫ് നിപ്പാർട്സ് എന്നാണ് കേട്ടോ. സോ അടിപൊളി പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ അപ്പർ ബോഡിയിൽ പ്രോപ്പറായിട്ട് അപ്പർ ബോഡിക്ക് നല്ല ഹിറ്റും കിട്ടും. എന്ന് വെച്ചാൽ ഓവർ ട്രെയിനിങ് ആവില്ല. അതുപോലെ തന്നെ റിക്കവറി ടൈമും കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, മസിൽസ് ഗ്രോ ചെയ്യും വലിയ എഫേർട്ട് ഇല്ലാതെ. സോ ലെറ്റ്സ് സീ. സോ ഇന്നത്തെ വർക്കൗട്ടും ഫിനിഷായി. സോ ഇന്ന് ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് നേരത്തെ അപ്പർ ബോഡി ലോ ബോഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പമ്പിങ് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ലുക്ക് അറ്റ് മീ, അപ്പർ ബോഡി ഫുള്ളി പംപ്ഡാണ്. അങ്ങനെ പറയുമ്പോൾ ഓവർ എക്സസൈസ് ഒന്നും എല്ലാ മസിൽ പാർട്സിനും ഇല്ല. ഒരു വർക്കൗട്ട് ചെസ്റ്റിനാണെങ്കിലും 2 അല്ലെങ്കിൽ 3 വർക്കൗട്ട്, ബാക്കിനാണെങ്കിൽ 2 വർക്കൗട്ട്, ദെൻ ഷോൾഡറിനാണെന്നുണ്ടെങ്കിൽ വേറെ 1-2 വർക്കൗട്ട്. അപ്പോൾ അപ്പർ ബോഡിക്ക് വേണ്ടത്ര സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെൻഷനും കിട്ടും, 48 hours റെസ്റ്റും കിട്ടും. അതായത് ഇന്ന് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നാളെ റെസ്റ്റാണ്. കാരണം നാളെ ലോവർ ബോഡിയാണ്. ഇന്ന് റെസ്റ്റാണ്, നാളെ ലോവർ ബോഡി അതും റെസ്റ്റാണ്. 48 hours കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതിലേക്ക് വരും. അതായത് തിരിച്ച് അപ്പർ ബോഡിയിലേക്ക് വരും. സോ കൂടുതൽ ടെൻഷൻ വീക്ക്ലി ബേസിസിൽ കൂടുതൽ ടെൻഷൻ കിട്ടും. Sandy, you are going, right? Yeah. So where are you going to plan? Planning to go. Now we will be going to Chandigarh. Chandigarh? Chandigarh only, right? There is. What is No. it? Patang. Yeah, some. Yeah. That's. Are you happy? Yeah. Are you excited? Yes, I am. Yes. Do you have any, So ഫാബി ഇറങ്ങുകയാണ്. ഫാബിൻ്റെ പ്ലാൻ എന്തൊക്കെയാ പറയും? കറന്റ് ഇപ്പോൾ ലഡാക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. അവിടെ ഇപ്പം എന്തൊരു എർത്ത് ഉണ്ടാകുന്ന കേട്ട്. പിന്നെ എന്താ പറയുക, ബൈക്സ് ഇവിടുന്ന് മണാലിയിൽ നിന്ന് പോകില്ല. എർത്ത് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ മണാലിയിൽ നിന്ന് പോകില്ല, അപ്പോൾ ബൈക്ക് പോകില്ല. അപ്പോൾ ശ്രീനഗർ പോയാലേ ബൈക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ലഡാക്ക് പ്ലാൻ നൈസായിട്ട് ഡ്രോപ്പ് ചെയ്യാനാണ് പ്ലാൻ. ജമ്മു ശ്രീനഗറൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെ കുറച്ച് ദിവസം നിൽക്കുക, ഹൗസ് ബോട്ടിലൊക്കെ കുറച്ച് ദിവസം നിൽക്കുക എന്നുള്ള ഒരു പ്ലാനിലാണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ലോക്കൽ ബസ് കയറിയിട്ട് നേരെ ബുന്ദ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ബസ് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. ചണ്ഡീഗഡിലേക്കുള്ള ബസ് അല്ലല്ല, പത്തൻകോട്ടിലേക്കുള്ള ബസ്. അവിടെ ഡയറക്റ്റ് ജമ്മുവിലേക്കുള്ള ബസ് ഇല്ല. അവിടുന്ന് ശ്രീനഗർ. അതെ. പിന്നെ ശ്രീനഗറിൽ പോയിട്ട് അവിടുന്ന് ജമ്മു, പിന്നെ അവിടുന്ന് ശ്രീനഗർ. അങ്ങനെയാണ് അവിടുത്തെ. ശ്രീനഗറും കാശ്മീരൊക്കെ പോയി ചില്ല് ചെയ്ത് പോവാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, നമ്മൾ കാച്ചപ്പ് ചെയ്യും. അതെ. യെസ്. ടേക്ക് കെയർ ബ്രദർ. സോ ടുഡേ നമ്മൾ തോഷ്, കാരണം നമ്മൾ ഈ ഇവിടെ കവർ ചെയ്യാനുള്ള, ഹിമാചലിൽ കവർ ചെയ്യാനുള്ള, കസോളിൽ കവർ ചെയ്യാനുള്ളത് തോഷൊക്കെ ഞാൻ ഓൾറെഡി പോയതാണ്. പക്ഷെ തോഷും പിന്നെ മലാന വില്ലേജ് അടിപൊളി പ്ലേസാണ്.
അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ എത്താന്ന് അറിയില്ല നമ്മളെ പ്ലാനിങ്. ഞങ്ങൾ ബസ്സിൽ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബസ്സിലാകുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ പൈസ ലാഭിക്കുക കുറച്ച്, പിന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ കൊറോണ ആയതുകൊണ്ട് ചെറിയൊരു മടിയുണ്ട്. തിരക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ബൈക്ക് ഹയർ ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയാൽ അറിയാം ഇന്ന് വരുമോ വരില്ലയോ എന്ന്, എല്ലാം കണ്ടറിയാം. ഇവക്ക് ഭയങ്കര നിർബന്ധമുണ്ട് ഇന്ന് വരണം, തിരിച്ചു വരണം എന്ന്. കാരണം വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കണം, അതാണ് പ്രശ്നം. സാമ്പാറും ചോറും എനിക്കറിയില്ല, മീനൊന്നും ഇവിടെ കിട്ടാൻ വഴിയില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പിങ്ക് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി കഫേ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചില്ല് ചെയ്തൊരു കഫേയാണ്. അപ്പം അത് അടിപൊളി, നല്ല അവിടെ ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് വർക്കും, അക്കാഡമീൻ്റെ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യണം. അപ്പം അതിൻ്റെയും കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്യാന്നാണ് പ്ലാൻ. അങ്ങനെ പറ്റുമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനും കൂടിയുള്ള ഒരു മൈൻഡ് ഉണ്ട്. പിന്നെ കാര്യം എന്ന് പറയാൻ, എനിക്ക് ഇവിടുത്തെ ദാല് തിന്ന് മടുത്തു. ഞാൻ നല്ല കാലത്ത് ആ സാധനം തിന്നില്ല, സാമ്പാറിലൊക്കെ ഇട്ട് കൂട്ടുന്നല്ലാണ്ട് വേറെ ഞാൻ കഴിക്കത്തില്ല. എന്നിട്ട് ഞാൻ ഇന്ന് സാമ്പാറും ചോറും, എനിക്ക് മീൻ തിന്നാൻ കൊതിയായിട്ട് വയ്യ. ഞാനിട്ട് യാസിനോട് പറയാം, ഇനി നെക്സ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ 2 കിലോ ഉണക്കമീൻ വാങ്ങിച്ച് ബാഗിലിട്ടൊന്ന് എന്തെങ്കിലും വറുത്തെങ്കിലും ഒരു മണമെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉണക്കമീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ്. ഓക്കെ, ഞങ്ങള് ഷൂ ഒക്കെ കഴിഞ്ഞ ട്രക്കിങ്ങിന് പോയിട്ട് നനഞ്ഞ് ഇതായി. രജനിക്ക് പോകുന്ന വഴിക്ക് ഒരു ക്യാപ്പ് വാങ്ങണം എന്ന് പറഞ്ഞ നോട്ടെ നമ്മളെ, അത് 100 റുപ്പീസ് ക്യാപ്പ് വേണം. വേറെ എവിടെന്നെങ്കിലും വാങ്ങാം, വാ. അങ്ങനെ ഇപ്പോൾ രജനിക്ക് ഒരു ക്യാപ്പൊക്കെ കിട്ടി. കുറേ ദിവസമായി ഒരു ക്യാപ്പിന് തിരഞ്ഞു നടക്കുന്നത്. സെൻറ്ററിലേക്ക് ഇരുന്നു. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി തോഷിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സി വിളിക്കാനാണെങ്കിലും കാർഡിയോവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടക്കാൻ പോവുകയാണ്. Okay. All right. See you. So, നമ്മൾ തോഷിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് 15 മിനിറ്റാണ് നമ്മൾ പറഞ്ഞ പിങ്ക് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ. ചിലപ്പോൾ നമ്മളവിടെ നിൽക്കും. ചെറുതായിട്ട് മഴ ചാറ്റുന്നുണ്ട്. ടാക്സി ഇറങ്ങി ബസ്സിൽ
അങ്ങനെ നമ്മൾ ബസ്സിൽ വന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നോർമലി വരെങ്കിൽ 800 300 1100 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 50-100 രൂപയ്ക്ക് ഇവിടെ എത്തി. അവിടുന്ന് ഒരു ഷെയർ ടാക്സി വിളിച്ചതിന് 150 രൂപ, 100ഉം 250 രൂപ നമുക്ക് ടോട്ടൽ ചിലവായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പിങ്ക് ഫ്ലോയിഡ് കഫേയിലേക്ക് പോവാണ്. അടിപൊളി പ്ലേസാണ്. അതിന് മുമ്പ് 2 പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല കാം ഏരിയ ആണ്. അതിന് പുറമെ ഇതിൻ്റെ വ്യൂ അടിപൊളി വ്യൂ ആണ്, ഹിമാലയൻ ഐസ് മൗണ്ടെയ്ൻസ്. മുകളിൽ കാണുന്ന സാധനമാണ്. ഇവിടെ എല്ലാ കൺസ്ട്രക്ഷനും നമ്മളെ നോർമലിയിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആണ്. വീടുകൾക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷേ താഴ്ഭാഗങ്ങളിൽ ആരും താമസിക്കുന്നില്ല. അത് വിറക് പെര പോലെയുള്ള ഒരു വിറക് ശേഖരിക്കുന്ന സ്ഥലമായിട്ടോ അല്ലെങ്കിൽ നാക്കാലികളുടെ എന്താ പറയുക പശുക്കളെയൊക്കെ പോറ്റുന്ന സ്ഥലമായിട്ടും പിന്നെ വിറക് ശേഖരിക്കുന്ന സ്ഥലം, അതെ തൊഴുത്ത്. പെട്ടെന്ന് കിട്ടിയില്ല. പശുക്കളെ ശേഖരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു പോയി. അല്ല തൊഴുത്ത്, ബാക്കുന്ന ആൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഒരു പോത്തിനെ അറിയുള്ളൂ പോത്തിന്റെ വീട് എവിടെയാണെന്നുള്ളത്. ചെറുതായിട്ട് മഴ ചാരുന്നുണ്ട്. അതിനെക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കീർഗംഗ പോയ സമയത്ത് ഈ ഒരു റെയിൻകോട്ട് കിട്ടിയിരുന്നു. 60 രൂപയോ 50 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ അത് വെച്ച്, കാരണം ബാഗിൽ ലാപ്ടോപ്പ് ഉണ്ട്. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. വീടുകളുടെ മുകളിലൊക്കെ സ്ലാബാണ്, കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയ സ്ലേറ്റ് പോലത്തെ, അതാണ് ഇവിടുത്തെ ഓട്. അങ്ങനെ നമ്മൾ പിങ്ക് ഫ്ലോയിഡ് കഫേയിലെത്തി. ഈ ഒരു കാണുന്നതാണ് പിങ്ക് ഫ്ലോയിഡ് ഗസ്റ്റ് ഹൗസ്. ഇതതിൻ്റെ കഫേയുമാണ്. തോഷി ഭാഗങ്ങളിൽ കുറേ ഈ ടൈപ്പ് പൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ പൂക്കൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോക്ടെയിൽ മാതിരി കനബീസും. ആൻഡ് ഇതാണ് വ്യൂ. ഇത് പിങ്ക് ഫ്ലോയിഡ് കഫേൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. Okay. Okay. Now still you are in bus or? Okay. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. മോളെ എന്താ പറഞ്ഞ കേൾക്കട്ടെ? ഭക്ഷണമൊക്കെ കഴിച്ച് ആയിട്ടില്ല. ബ്രദർ ചിക്കൻ അങ്ങനെ നമ്മൾ ദോശയിൽ ഭക്ഷണമൊക്കെ പിങ്ക് ഫ്ലോയിഡ് കഫേയിൽ നിന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് തോഷിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തോഷിൻ്റെ മെയിൻ പ്രത്യേകത എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില കണ്ടോ വ്യൂസ് തന്നെയാണ്. ആ കാണുന്ന റിവറാണ് പാർവതി റിവർ, അല്ലെങ്കിൽ പാർവതി വാലി എന്നൊക്കെ പറയുന്ന റിവർ. വീണ്ടും ചെറുതായി മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ നല്ല റെയിൻകോട്ട് എടുത്തിട്ടു. കയ്യിൽ ലാപ്ടോപ്പൊക്കെ ഉള്ള വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ഇവിടെ നിൽക്കാം എന്നായിരുന്നു. പക്ഷേ പിങ്ക് ഫ്ലോയിഡിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപയ്ക്ക് നിന്ന റൂമിനൊക്കെ 2600 രൂപ. ഇതിപ്പോൾ ആൾക്കാരുടെ പുള്ളുള്ളതുകൊണ്ടാണ്. അപ്പം
അതിന് മാത്രം ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നുമില്ല, കാരണം കസോളിൽ തന്നെയാണല്ലോ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നല്ല തിരിച്ച് കസോളിലേക്ക് തന്നെ അടുത്ത ബസ്സിന് തിരിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു, പിങ്ക് ഫ്ലോയിഡിൽ നിന്ന് ഫുഡ് കഴിച്ചു, സൂപ്പർ എക്സ്പീരിയൻസ്. ഇത് കണ്ടോ, ആ ഓട് ശരിക്കും പാറയുടെ പീസസാണ്, ചീളുകളാണ്. ഇതെങ്ങനെ മേക്ക് ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ വീടുകൾക്കും ഇതേപോലെയാണ് റൂഫിങ് വരുന്നത്. തോഷ് വില്ലേജിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ ശരിക്കും പിങ്ക് ഫ്ലോയിഡ് കഫേയിലേക്ക് കയറി ചെന്നത്. പക്ഷേ നന്നായി അല്ല, മഴ ചാറുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ താഴത്ത് റീച്ച് ചെയ്യും. താഴത്തൊരു റിവർ ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കസോൾ. കഴിഞ്ഞ പ്രാവശ്യം തോശ് കൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ മലാന കൊണ്ടുപോയി. ഓക്കെ, അങ്ങനെ ഒരു സൂമോ കിട്ടിയിട്ടുണ്ട്. നേരെ ബുക്ക് ചെയ്യോ? നല്ല മഴയാണ്. ഇവിടെ പോയി ഇതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. She's my wife. She's mentally unwell. अब कुछ भी याद नहीं है उसे. सब कुछ भूल चुकी है. बस അങ്ങനെ ഒരു സൂമോ കിട്ടിയിട്ടുണ്ട്. ആ സൂമോയില് അടുത്ത സ്റ്റോപ്പ് വരെ ബർണാസിയോ അങ്ങനെ എന്താണ് അതിന്റെ പേര്, ഭാഷണി, സോറി. sorry bro. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് വേറെ ബസ് കിട്ടുമോ നോക്കണം, അതാണ് പ്ലാന്. Where are you guys from? Kerala. Your friends? Kolkata. Kolkata. It's nice place. Yeah. Been to Munnar and
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കീർഗാങ്ക് പോയി വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് കഴിച്ചിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നും കൂടി കഴിക്കാമെന്നാണ് വിചാരിച്ചു. നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. അതാ എന്താ മോളെ അഭിപ്രായം പറയും കേട്ടെ. ഇവിടെ ഒരു ഗുരുദ്വാർ ഉണ്ട്, നമ്മളെ നാട്ടിൽ അമ്പലം. അപ്പോൾ ഞാൻ പറയുക ഇവൻ ഇവിടെ നിന്ന് എല്ലാം വീഡിയോ ഒക്കെ കവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ, നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നതാണ്. എന്നാൽ മണികരണിൽ വന്നിട്ട് ഗുരുദ്വാറിൽ വന്നിട്ട് ഒരു അന്നദാനം സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാസർഗോഡിലെത്തി. കുറച്ച് സാധനം കൂടി വാങ്ങാണ്ടിരുന്നു വീട്ടിലേക്ക്. നാളത്തേക്കുള്ള എഗ്ഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുഡായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കാനുണ്ട്. അതിൻ്റെ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാസർഗോഡിലെത്തി. അവിടുന്ന് താക്കൂർ കോട്ടേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ താക്കൂർ അപ്പച്ചൻ വ്യക്തിയുടെ കയ്യിൽ ഇവിടുത്തെ പൂച്ച. അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലെത്തി.